ആദ്യ ഫറോയുടെ ഇരുണ്ട കഥ. നർമറിന്റെ ഭയാനക സത്യങ്ങൾ. രാത്രിയുടെ കനത്ത ഇരുട്ടിൽ നൈൽ നദിയുടെ കരയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു രാജ്യത്തിന്റെ ഭാവി കത്തുകയാണ്. പക്ഷേ ആ ഭാവി സമാധാനത്തിലൂടെയല്ല, മറിച്ച് രക്തത്തിലൂടെയാണ് എഴുതപ്പെടുന്നത്. അവൻ ആരായിരുന്നു? ഒരു രക്ഷകനോ അതോ ഒരു വിനാശകാരിയോ? ഈജിപ്തിന്റെ ആദ്യ ഫറോ എന്ന് വിളിക്കപ്പെടുന്ന നർമർ. ചരിത്രം അധികം പറയാത്ത ഭയാനകമായ ഒരു ഇരുണ്ട കഥ അവന്റെ പിന്നിലുണ്ട്. പക്ഷേ ആ ഭാവി സമാധാനത്തിലൂടെയല്ല, മറിച്ച് രക്തത്തിലൂടെയാണ് എഴുതപ്പെടുന്നത്. അവൻ ആരായിരുന്നു? ഒരു രക്ഷകനോ അതോ ഒരു വിനാശകാരിയോ? ഈജിപ്തിന്റെ ആദ്യ ഫറോ എന്ന് വിളിക്കപ്പെടുന്ന നർമർ. ചരിത്രം അധികം പറയാത്ത ഭയാനകമായ ഒരു ഇരുണ്ട കഥ അവന്റെ പിന്നിലുണ്ട്. ക്രിസ്തുവിനു മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ത് ഒരൊറ്റ രാജ്യമായിരുന്നില്ല. അത് രണ്ട് ലോകങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു, മേൽ ഈജിപ്തും താഴെ ഈജിപ്തും. ഓരോ ഭാഗത്തും സ്വന്തം ദേവന്മാർ, രാജാക്കന്മാർ, തനതായ അഭിമാനങ്ങൾ. പക്ഷേ ഒരു ദിവസം ദക്ഷിണഭാഗത്തു നിന്നൊരു യോദ്ധാവ് ഉയർന്നുവന്നു. അവന്റെ പേര് നർമർ. അവൻ വെറുമൊരു രാജാവായിരുന്നില്ല, മുഴുവൻ ഭൂമിയെയും തന്റെ കാൽക്കീഴിലാക്കുക എന്നതായിരുന്നു അവന്റെ ഏക ലക്ഷ്യം. ആദ്യ വിജയം എളുപ്പമായിരുന്നില്ല. ചെറിയ പോരാട്ടങ്ങൾ, വൻ ആക്രമണങ്ങൾ. നർമർ തന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുക മാത്രമല്ല, അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തു. ശത്രുക്കളുടെ തലകൾ വെട്ടിമാറ്റി ഒരു സന്ദേശമായി അവൻ പ്രദർശിപ്പിച്ചു: എന്നെ എതിർക്കുന്നവർക്ക് ഇതാണ് വിധി. നർമർ പാളറ്റ് എന്ന ചരിത്രരേഖ പരിശോധിച്ചാൽ ഈ രക്തരൂക്ഷിത കഥ നമുക്ക് കാണാം. ഒരു കല്ലിൽ കൊത്തിയെടുത്ത ആ ചിത്രത്തിൽ നർമർ ഒരു കൈയിൽ ആയുധവും മറുകൈയിൽ ശത്രുവിന്റെ തലയുമായി നിൽക്കുന്നു. അതൊരു വിജയം മാത്രമല്ല, ഒരു ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു. അധികാരം നിലനിർത്താൻ താൻ എന്തും ചെയ്യുമെന്ന് അവൻ തന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. യുദ്ധം അവസാനിച്ചപ്പോൾ രണ്ട് ഈജിപ്തുകളും ഒന്നായി മാറി. അങ്ങനെ ഒരു പുതിയ രാജ്യം പിറന്നു. പക്ഷേ അതിന്റെ അടിസ്ഥാനം സമാധാനമല്ല, മറിച്ച് ഭയമായിരുന്നു. നർമർ തന്റെ തലയിൽ മേൽ ഈജിപ്തിന്റെയും താഴെ ഈജിപ്തിന്റെയും കിരീടങ്ങൾ ഒരേപോലെ ധരിച്ചു. അത് ഏകീകരണത്തിന്റെ ചിഹ്നമായിരുന്നെങ്കിലും അനന്തമായ രക്തച്ചൊരിച്ചിലിന്റെ കഥകളുണ്ടായിരുന്നു. ജനങ്ങൾ അവനെ ഒരു ദൈവമായി ആരാധിച്ചു. പക്ഷേ ആ ആരാധനയിൽ കനത്ത ഭയം നിഴലിച്ചിരുന്നു. അവന്റെ ഭരണകാലം ഈജിപ്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഭരണസംവിധാനവും കലയും മതവുമെല്ലാം അവന്റെ ഇഷ്ടാനുസരണം പുനർനിർമ്മിക്കപ്പെട്ടു. എങ്കിലും ഒരു ചോദ്യം ഇന്നും അവശേഷിക്കുന്നു: നർമർ ഒരു മഹാനായ നേതാവായിരുന്നോ അതോ ഭയം കൊണ്ട് രാജ്യം പിടിച്ചെടുത്ത ക്രൂരനായ ഭരണാധികാരിയോ? ചരിത്രം ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും സത്യങ്ങൾ ഇന്നും നൈൽ നദിയുടെ ആഴങ്ങളിലെന്ന പോലെ മറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഈജിപ്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കുക, അതിന്റെ അടിത്തറ രക്തവും ഇരുട്ടും കൊണ്ട് തീർത്തതായിരുന്നു. ഇതാണ് നർമറിന്റെ കഥ, ഒരു രാജാവിന്റെ, ഒരു ഇതിഹാസത്തിന്റെ, അല്ലെങ്കിൽ ഒരു ഭീകര സത്യത്തിന്റെ.